പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. മുഖ്യപ്രതി രാഹുൽ പി വേണുഗോപാലിനെതിരെ വധശ്രമം, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ചാർത്തിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫറൂഖ് SP സജോ കെ എബ്രഹാമാണ് കോഴിക്കോട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഏറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഉറച്ച നിലപാടെടുത്താണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടുപോയത്. കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ 60ാം ദിവസമാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ കേസെടുക്കാൻ വൈകിയതിന്റെ പേരിൽ പോലീസിന് പഴി കേൾക്കേണ്ടി വന്നതും സംഭവത്തിൽ പിന്നീട് പരാതിക്കാരി സമൂഹമാധ്യമത്തിലൂടെ മൊഴിമാറ്റിയതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പരാതിക്കാരിയുടെ ഭർത്താവും മുഖ്യപ്രതിയുമായ രാഹുൽ പി വേണുഗോപാൽ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം വിദേശത്തേക്ക് കടന്നതും അതിന് പന്തീരങ്കാവ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഒത്താശ ചെയ്തതുമെല്ലാം വലിയ ചർച്ചയായി. പിന്നാലെ അന്വേഷണ ചുമതല ഫറൂഖ് CP സജോ കെ എബ്രഹാമിനെ ഏൽപ്പിക്കുകയും പന്തീരങ്കാവ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്ത് പന്നിയങ്കര പോലീസ് ഇൻസ്പെക്ടറായിരുന്ന രഞ്ജിത്ത് രവീന്ദ്രന് പന്തീരങ്കാവിന്റെ അധിക ചുമതല നൽകുകയും ചെയ്തിരുന്നു. ഫറൂഖ് ACPയുടെ നേതൃത്വത്തിൽ 9-അംഗ സംഘം കാര്യക്ഷമമായി അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് പരാതിക്കാരി തന്റെ യൂട്യൂബ് ചാനലിലൂടെ മുഖ്യപ്രതിയായ ഭർത്താവിന് അനുകൂലമായി രംഗത്ത് വന്നിരുന്നത്. എന്നാൽ അതിനു മുൻപായി തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ സാധിച്ചത് അന്വേഷണ സംഘത്തിന്റെ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനു പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ 60ാം ദിവസം 1000 പേജുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യപ്രതി രാഹുലിന് പുറമെ 2ാം പ്രതിയായി അമ്മ ഉഷാകുമാരിയെയും 3ാം പ്രതിയായി സഹോദരി കാർത്തികയെയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ ഗാർഹിക പീഡന കേസാണ് ചുമത്തിയിട്ടുള്ളത്. രാഹുലിനെതിരെ വധശ്രമ കേസുമുണ്ട്. കൂടാതെ രാഹുലിനെ വിദേശത്തേക്ക് കടത്താൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ 4ാം പ്രതിയായും സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന KT ശരത് ലാലിനെ 5ാം പ്രതിയുമായാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 പേർക്കെതിരെ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതിനാണ് കേസെടുത്തിട്ടുള്ളത്. വിചാരണയ്ക്ക് മുൻപ് തന്നെ മുഖ്യപ്രതി രാഹുലിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം തുടർന്നു വരികയാണ് അന്വേഷണ സംഘം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.